ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോളത്തിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി. അതായത് പിള്ളേർ ചിലപ്പോൾ ഇതൊന്നും കഴിക്കത്തില്ലല്ലോ നമ്മൾ പുഴുങ്ങി കൊടുത്താലൊന്നും. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്നതായ രീതിയിലുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ചോളം നമ്മൾ കഴിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഈ ചോളം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ്. കാരണം ഈ സാലഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ അതിൽ ധാരാളം നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ഗുണമുള്ളൊരു സംഭവമാണ് ഈ ചോളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും പൈൽസ് ഉള്ളവർക്കും ഏറ്റവും നല്ലതാണ് ഇത്. അതുപോലെ തന്നെ അമിതമായാൽ അമൃതം വിഷമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ലൂസ് മോഷൻ, വയറെരിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെച്ച് കഴിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ സിയും ഈ ചോളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോളത്തിൻ്റെ ഒന്ന് രണ്ട് ഗുണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഈ ചോളം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് അതിൽ തേച്ചിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ ഒന്നുമല്ല, ഇതുപോലെ ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങി നമുക്ക് കഴിക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ അഥവാ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ള കഴിവ് ഈ ചോളം അഥവാ കോൺ എന്ന് പറയുന്ന സംഭവത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ആട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ 3 ചോളം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടി ചോളം കേട്ടോ. പക്ഷെ നമുക്കതൊരു ഓഫറിന് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ തോലിയെല്ലാം പൊളിച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. പക്ഷെ നല്ല കോണായിരുന്നു കേട്ടോ, നല്ല മധുരവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് തോലെല്ലാം ഒരിച്ച് കളഞ്ഞാൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലവണ്ണം വൃത്തിയായിട്ട് കഴിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വേവാൻ വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം തിളച്ച് ഒരു 10-15-20 മിനിറ്റോളം തിളപ്പിച്ച് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കണേ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചോളമെല്ലാം നല്ലവണ്ണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെന്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും പിള്ളേർ കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിതെല്ലാം കുറച്ച് അടർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഒരെണ്ണത്തിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസാണ്. അപ്പോൾ ഈ മയോണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കോണിന് ശരിക്കും മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു, നല്ല മധുരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് കണ്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
അപ്പം മറ്റു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.